വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് ഫ്ലോർലെസ് ചോക്ലേറ്റ് കേക്കും ഹോട്ട് ചോക്ലേറ്റും ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിള്ളേർക്കൊക്കെ ഇത് നന്നായി ഇഷ്ടപ്പെടും. അപ്പൊ അത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഫ്ലോർലെസ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ്, ബട്ടർ, കോക്കോ പൗഡർ, മുട്ട, പഞ്ചസാര, കോഫി പൗഡർ, വാനില എസൻസ്, ഉപ്പ്. വിപ്ഡ് ക്രീം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം, ഐസിംഗ് ഷുഗർ, വാനില എസൻസ്. ആദ്യം നമുക്ക് ബേക്കിംഗ് ടിൻ റെഡിയാക്കാം. അതിനായി 8 ഇഞ്ച് ബേക്കിംഗ് ടിൻ എടുത്ത് ബട്ടർ തേക്കാം. ഈ കേക്കിന് നല്ലത് ലൂസ് ബേസ് ടിൻ യൂസ് ചെയ്യുന്നതാണ്. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഇനി കോക്കോ പൗഡർ ഇട്ട് ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് മിച്ചമുള്ള കോക്കോ പൗഡർ കളയാം. ലൂസ് ബേസ് ആവുമ്പോൾ ഡസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. ഇനി ഒരു പാർച്ച്മെന്റ് പേപ്പർ കട്ട് ചെയ്തത് വെക്കാം. ഇനി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിൻ്റെ മേളിൽ ഇതുപോലെ ഒരു ഹീറ്റ് പ്രൂഫ് ബൗൾ വെക്കാം. ഇനി ഈ ബൗളിലേക്ക് 100 ഗ്രാം ബട്ടറും 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ കുറച്ച് വെക്കണേ. ഇത് മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ, ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. ഈ ബൗളിൻ്റെ അടിയിലുള്ള വെള്ളം തുടച്ചു മാറ്റണേ. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ടയും 3/4 കപ്പ് പഞ്ചസാരയും ഇട്ട് ബീറ്റ് ചെയ്യാം. ഈ സമയത്ത് ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. ഇത് വളരെ ലൈറ്റ് കളറായി വരുമ്പോൾ ബാക്കി 2 മുട്ടയും ഓരോന്നായി ഇതുപോലെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മൂന്ന് മുട്ടയും നന്നായി ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബൗളിൻ്റെ മേളിൽ ഒരു അരിപ്പ വെച്ച് 1/4 കപ്പ് കോക്കോ പൗഡറും 1/2 ടീസ്പൂൺ കോഫി പൗഡറും 1 നുള്ളു ഉപ്പും അരിച്ചിടാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇനി ബ്ലെൻഡർ ഓൺ ചെയ്യാതെ ഇത് പതിയെ മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആയി വരുമ്പോൾ ബ്ലെൻഡർ ഓൺ ചെയ്ത് ഏകദേശം ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. ഇത് ഓവർ മിക്സ് ചെയ്യല്ലേ. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റും ബട്ടറും ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്യാം. ഇനി ബ്ലെൻഡർ ഓൺ ചെയ്യാതെ ഇതൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാറ്റുല കൊണ്ടാണേലും മിക്സ് ചെയ്യാം കേട്ടോ. കേക്കിന്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഒരു സ്ക്യൂവർ കൊണ്ട് സ്വേൾ ചെയ്ത് എയർ ബബിൾസ് കളയാം. ഇനി ഇത് 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഏകദേശം 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 25 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് സ്ക്യൂവർ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇതിനി ഒരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. കേക്ക് ആറിയിട്ടുണ്ട്. ഫ്ലോർലെസ് കേക്ക് ആയതുകൊണ്ട് അത് ആറിക്കഴിയുമ്പോൾ ഇങ്ങനെ സിങ്ക് ആവും. ബേക്കിംഗ് പാനിന്റെ സൈഡ്സ് കത്തിക്കൊണ്ട് ഓടിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് സൈഡിൽ ഒട്ടാതെ ഈസിലി പോരും. എന്നിട്ട് പാൻ അൺലോക്ക് ചെയ്യാം. ഞാൻ ഈ ബേക്കിംഗ് ടിന്നിന്റെ സൈഡ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബേസും പാർച്ച്മെന്റ് പേപ്പറും മാറ്റിയിട്ടില്ല കേട്ടോ.
ഇനി നമുക്ക് വിപ്ഡ് ക്രീം ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 2.5 ടീസ്പൂൺ ഐസിംഗ് ഷുഗറും 1/2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് സ്റ്റിഫ് പീക്ക് ആവുന്നിടം വരെ ബീറ്റ് ചെയ്യാം. വിപ്ഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിന് കേക്കിന്റെ കൂടെ സെർവ് ചെയ്യാം. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പാല്, കൊക്കോ പൗഡർ, ചോക്ലേറ്റ് പൗഡർ, സിനമൺ പൗഡർ, പഞ്ചസാര, കോൺഫ്ലോർ, മാഷ്മെലോസും സ്പ്രിങ്കിൾസും ടോപ്പിംഗിന് വേണ്ടി. ആദ്യം നമുക്ക് 1 കപ്പ് പാല് സോസ് പാനിൽ ഒഴിച്ച് തിളപ്പിക്കാം. ഇനി 1 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 4 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി പാലിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇത് തിളച്ചു പോകാതെ ശ്രദ്ധിക്കണേ. ഇതിപ്പോ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇനി 2 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡർ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി 1 നുള്ളു സിനമൺ പൗഡർ ഇട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് സിനമൺ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഇടാട്ടോ. ഈ ഹോട്ട് ചോക്ലേറ്റ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു ബ്ലെൻഡർ യൂസ് ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്യാം. ഈ ഹോട്ട് ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊക്കോ പൗഡറും മാഷ്മെലോസും സ്പ്രിങ്കിൾസും ഇടാം. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഇഷ്ടമാണെങ്കിൽ അതും ഇടാട്ടോ. ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. ഈ കേക്കിന്റെ ഹോട്ട് ചോക്ലേറ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത ക്രിസ്മസ് റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. Please subscribe and keep on watching. Thank you.